കാതിക്കോട് അല്ലക്സ പബ്ലിക് സ്കൂളിൽ ആർട്സ് ഫെസ്റ്റിന് തുടക്കമായി. തിരക്കഥാകൃത്തും സംസ്ഥാന അവാർഡ് ജേതാവുമായ PS റഫീഖ് ഉദ്ഘാടനം ചെയ്തു. മിക്കവാറും കുട്ടികൾക്ക് ഉപദേശമോ പ്രസംഗമോ ഒന്നും ഇഷ്ടമല്ല എന്നാണ് പറയാറ്. പ്രസംഗത്തെ കുറിച്ചൊരു ചെറിയ തമാശ കഥ പറയാം. ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അറിയാലോ, ക്രിസ്ത്യൻ പള്ളിയിൽ കുർബാന എല്ലാ ഞായറാഴ്ചയും കുർബാനയുണ്ട്. കുർബാനയ്ക്ക് ശേഷം അച്ഛൻ പ്രസംഗിക്കും, അവിടുത്തെ വികാരി പ്രസംഗിക്കും. അപ്പൊ അച്ഛന്റെ പ്രസംഗം ഭയങ്കര ബോറാണ്, ആരും ശ്രദ്ധിക്കില്ല. പലരും ഉറക്കം തോന്നും, നിങ്ങളെ പോലെ പരസ്പരം വർത്താനം പറയും, തലചൊറിയും. ഒരു അമ്മച്ചി, വയസ്സായ ഒരു അമ്മച്ചി മാത്രം ഇരുന്ന് കരയുമ്പോഴാണ്. അപ്പൊ അച്ഛനിങ്ങനെ ഈ നീണ്ട വെള്ള താഴെ തടവിന്റെ അമ്മച്ചീനെ അങ്ങനെ ശ്രദ്ധിക്കും. എല്ലാ ഞായറാഴ്ച അമ്മച്ചിയാണ് അച്ഛനിങ്ങനെ ഒറ്റ നോക്കിക്കൊണ്ട് അവരിങ്ങനെ കണ്ണീങ്ങനെ വെള്ളം കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ഞായറാഴ്ച അച്ഛൻ പ്രസവമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാവരും പിരിഞ്ഞിട്ട് പോകുമ്പോ അമ്മച്ചി ഇങ്ങനെ നടന്നുകൊണ്ട് അപ്പൊ അച്ഛൻ പറയാ എന്നിട്ട് ചോദിച്ചു, അല്ല അമ്മച്ചി, ആരും എന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നില്ല, അമ്മച്ചി മാത്രം ഒരു കരയുന്നതാ. അപ്പൊ അവര് പറഞ്ഞു, അച്ഛോ എനിക്കൊരു ആട് കുട്ടനാട്, ഞാനറിയാതെ എന്റെ മരുമകൾ അതിനെ വിറ്റുകളഞ്ഞു, ഭയങ്കര ദുഃഖത്തിയാണ്. എന്റെ ആടിനെ അച്ഛനെ പോലെ നീണ്ട താടിയാണ്, അച്ഛനെ കാണുമ്പോൾ എനിക്ക് എന്റെ ആടിനെ ഓർമ്മയുള്ളൂ, അങ്ങനെ കരയുന്നത്. അതായത് പ്രസംഗം ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല. ഇതാണ് പല പ്രസംഗത്തിന്റെയും ആദരവിലുള്ള രൂപം. ഒരുപാട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കേണ്ടി വരും, പ്രസംഗങ്ങൾ ഇതുപോലത്തെ പ്രസംഗങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോ ക്ഷമിച്ചിരിക്കാനുള്ള ഒരു ഗുളികയാണ് ഈ കഥ. സ്കൂൾ മാനേജർ PM മുഹമ്മദ് സുഹൈൽ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ ഈ ആർട്സ് ഫെസ്റ്റ് ഒരു നല്ലൊരു അതിഥിയെ കൊണ്ടുവന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യിച്ച് വളരെ വിപുലമായിട്ടാണ് നാം നടത്തുന്നത്. കാരണം ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം തന്നെ കലാകായിക രംഗത്ത് മികവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോത്സാഹനം എന്ന നിലക്കാണ് ഇന്നിവിടെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചേക്കുന്നത്. നമ്മുടെ ഈ വർഷത്തെ അജണ്ട നമ്മുടെ സ്കൂള് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും മികച്ചതാവണമെന്നുള്ളതും ഒപ്പം തന്നെ ഇത്തരം മേളകളിൽ സംസ്ഥാന തലം വരെ എത്തണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മാനേജ്മെന്റ്. പ്രിൻസിപ്പാൾ മുഹമ്മദ് നുഹ്മാൻ, ജനറൽ സെക്രട്ടറി EK ഷംസുദ്ദീൻ, സ്കൂൾ അക്കാദമിക് കോർഡിനേറ്റർ മുജീബ് റഹ്മാൻ, ആർട്സ് സെക്രട്ടറി ആമിന ഹിൽമി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളിലെ ഒളിഞ്ഞുകിടക്കുന്ന കലാവാസനകളെ, സർഗവാസനകളെ പുറത്തെടുക്കുവാനുള്ള ഒരവസരമായി ഈ കലാമത്സരങ്ങൾ ആരംഭിക്കുകയാണ്. ഇത് കലാമേളകളുടെ കാലഘട്ടമാണ്. ഇവിടുന്ന് അങ്ങോട്ട് 2-3 മാസങ്ങളായി എല്ലാ വിദ്യാലയങ്ങളിലും അതുപോലെ മേൽത്തലങ്ങളിലുമെല്ലാം തന്നെ കലാമേളകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല വിദ്യാലയങ്ങളിലും ഇത്തരം കലാമേളകൾ ഒരു പേരിന് മാത്രം നടത്തുമ്പോൾ ചില വിദ്യാലയങ്ങളിലൊക്കെ എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി എല്ലാ കുട്ടികളുടെയും സർഗ കലാശേഷി പരിപോഷിപ്പിക്കുന്ന തരത്തിൽ മാതൃകാപരമായി നടക്കുന്നത്. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ, കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.